ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രകാശൻ അടുക്കളയിൽ എത്തുക കേട്ടോ. പ്രകാശനാണെങ്കിൽ അതും ഇതും ഒക്കെ ചെയ്യുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ പ്രകാശ ഇതെല്ലാം അമ്മ ചെയ്തോളാം, എന്തായാലും വിരുന്നുകാർ വരുമ്പോഴത്തേക്കിനും നീ ഈ കുടുംബത്തെ ഗ്രഹനാഥനാണ്, അതുകൊണ്ട് തന്നെ ആ രീതിക്ക് പോയി ഒരുങ്ങി വരാൻ പറയുകയാണ്. അപ്പൊ തൻ്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോഴത്തേക്കിനും പ്രകാശന് കുറച്ച് മനസ്സലിവൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ അതൊക്കെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാവാം, ഇപ്പം ഞാൻ അമ്മയെ സഹായിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശിത അടപ്രഥമം വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ വിക്രം ആണെങ്കിലോ ഈ സ്മെല്ലൊക്കെ സഹിക്കാൻ പറ്റാണ്ട് വിക്രം അടുക്കളയിലേക്ക് വരികയാണ്. അടുക്കളയിൽ വന്ന വിക്രം ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇന്ന് സദ്യ തന്നെയാണോ? എടാ മോനെ, ശരിക്കും പറഞ്ഞാൽ സദ്യ തന്നെയാണ് വേണ്ടത്, പക്ഷേ ഇന്ന് നോൺ വെജും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗംഭീര പാർട്ടി തന്നെയാണ് അറേഞ്ച് ചെയ്യാനായിട്ട് ശരണ്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ മുത്തശ്ശി കറികളുടെയൊക്കെ സ്മെല്ല് കേട്ടിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടോ, അതുമാതിരി സ്മെല്ലാണെന്നും പറഞ്ഞ് നമ്മുടെ വിക്രം ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതുപോലെ ഇടയ്ക്ക് ഓരോ പാർട്ടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യയോട് പറയും, കൂട്ടുകാരൊക്കെ ഇനിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇതുപോലെ ട്രീറ്റ് നടത്താനായിട്ട്. അപ്പൊ വിക്രം അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്ന ആൽബിയും സോണിയും കൂടി കിരണിന്റെയും കല്യാണിയുടെയും വീട്ടിലെത്തുകയാണ്. അപ്പം ഇവരെ വിരുന്ന് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. ഇവര് വീട്ടിൽ വന്ന കാഴ്ച സരയും ശാരിയും കൂടി അപ്പുറേ നിന്ന് കാണുകയാണ്. അപ്പം ഈ ചെറുക്കനെയും പെണ്ണിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ശാരിക്ക് തീരെ അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. ശാരി പറയാണ്, എൻ്റെ പൊന്നു മോളെ, നിന്റെ അച്ഛൻ എന്തൊക്കെ പാട് കഴിച്ചു സ്വത്തുക്കളെ നിന്റെ പേരിലാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അതെല്ലാം അർഹതപ്പെട്ടവർ കൊണ്ടുപോയി. ഇതേ നോക്ക്, സോണിക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ലല്ലോ. പക്ഷെ അവൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യം നോക്ക്, എത്ര മിടുക്കനായ ഒരു ചെറുക്കനാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം നമ്മുടെ സരയു ആണെങ്കിൽ കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല. സരയു പറയാണ്, അതൊക്കെ എത്ര കാലത്തേക്ക് ജീവിക്കുമെന്നുള്ളതൊന്നും അറിയില്ലല്ലോ അമ്മേ. പിന്നെ എനിക്ക് ഒരേ ഒരു ടെൻഷൻ, ഇവളെങ്ങാനും ഇനി അമേരിക്കയിലേക്ക് എങ്ങാനും വരുമോ എന്നുള്ളതാണ്. ഇനി പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ മനുവേട്ടൻ്റെ വീടിൻ്റെ അടുത്തെങ്ങാനും ആണ് ഈ ആൽബിയുടെ വീടെങ്കിലും പിന്നെ തീർന്നു, ഇവളെൻ്റെ അയലൊക്കക്കാരിയായിട്ട് അവിടെ വരുമല്ലോ എന്നുള്ള ടെൻഷനാണ് എനിക്കെന്നും പറഞ്ഞ് ശാരിയോട് ഇങ്ങനെ പറയുമ്പോൾ ശാരി പറയാണ്, അത് ചിലപ്പോൾ ശരിയായിരിക്കും മോളെ, ഇനിയിപ്പോൾ അടുത്തല്ലെങ്കിൽ കൂടിയും നിന്നെ ശല്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോണി നിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ വീട് വാങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അമേരിക്കയിൽ പോയാലും നമുക്ക് രക്ഷ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ആൽവിയും സോണിയും അതുപോലെ തന്നെ കിരണും കല്യാണിയൊക്കെ കൂടി നിന്ന് സംസാരിക്കുകയാണ്. ദേ വിക്രം ഒരുക്കി വെച്ചിരിക്കുന്ന പാർട്ടി, നമ്മൾ 4 പേരുമാണ് വരുന്നതെന്ന് ആ വീട്ടിലുള്ള ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശിയെ കൊണ്ട് നല്ല ഗംഭീര സദ്യയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. മുത്തശ്ശിയുടെ കൈപുണ്യത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇവർ പഠിപ്പിച്ചു തന്ന അനുസരിച്ചാണല്ലോ ഞാൻ കറി വെക്കാൻ പഠിച്ചതെന്നും പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പം, അല്ല നമ്മളിനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രകാശൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ആൽബിയുടെയും സോണിയുടെയും സംശയം. എന്തിന്? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, നമ്മൾ പോവുകയും ചെയ്യും, അന്തസ്സായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. ഇവരെ ഒതുക്കാനായിട്ട് ഇത് തന്നെയാണ് മാർഗം. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആദ്യം എന്തായാലും ആൽബിയും സോണിയും കൂടി പോയാൽ മതിയെന്നും പറഞ്ഞ് കല്യാണി ഇങ്ങനെ ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ ശരണ്യത ഉമ്മറത്ത് തന്നെ നിൽക്കുക കേട്ടോ, വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കണമല്ലോ. അപ്പൊ വിക്രം കിച്ചണിൽ കിടന്ന് കറങ്ങുന്ന കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ശരണ്യ വന്നിട്ട് പറയുകയാണ്, അതെ എൻ്റെ ഫ്രണ്ട്സാണ് വരുന്നത്, അവർ വരുമ്പോഴത്തേക്കിനും എൻ്റെ കെട്ടിയോന് ഉമ്മറത്ത് തന്നെ ഉണ്ടാവണം, അതുകൊണ്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിക്രത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വിക്രത്തെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം വിക്രത്തിന് അറിയില്ലല്ലോ. എന്തായാലും വിക്രത്തിന്റെ ചങ്ക് നിലച്ചു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പം ആ ഗസ്റ്റ് വരുന്ന സമയമായപ്പോഴത്തേക്കിനും ദേ ഗസ്റ്റ് വരാറായി, അവരിതാ എത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ശരണ്യാണെങ്കിൽ തിടുക്കം കൂട്ടുമ്പോഴത്തേക്കിനും വിക്രം പിന്നാലെ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചതാ സിന്ദൂരം ഒക്കെ തൊട്ട് താലുമാലയൊക്കെ ചാർത്തി നല്ല നവ ദമ്പതികളൊക്കെ ആയിട്ട് നമ്മുടെ ആൽബിയും സോണിയും കൂടി അവിടെ വന്ന് നിൽക്കുന്ന കാഴ്ച. അത് കണ്ട് നമ്മുടെ വിക്രത്തിന്റെ സകല ഗ്യാസും പോയി. വിക്രം ഇങ്ങനെ തരിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും ശരണ്യാണെങ്കിലോ, ദേ ഇത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയപ്പെടുത്താണ്, വിക്രം എന്നാണ് പേര്, വിക്രമാദിത്യൻ എന്നാണ് ശരിക്കുള്ള പേരെന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും സോണിയാണെങ്കിലോ ഇവനെ ഞാൻ കുറെ കണ്ടതാണ്, ഇതുപോലെയുള്ളൊരു ചതിയനെയാണല്ലോ ദൈവമേ ഇവള് സഹിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശരണ്യയും സോണിയും ഒക്കെ കൂടിയുള്ള പ്ലാനാണ് ഇതെന്നുള്ള കാര്യം നമ്മുടെ വിക്രത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിലോ ഈശ്വര ഇതുങ്ങളാണോ ഇവളുടെ കൂട്ട്, ആൽബിയെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, എന്നാൽ കൂടിയും ഇവൻ കല്യാണം കഴിച്ചല്ലോ എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് വിക്രത്തിന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ ശരണ്യാണെങ്കിലോ നിങ്ങൾ സംസാരിച്ച് നിൽക്കുക കേട്ടോ, ഞാൻ പോയി ഇവിടുത്തെ അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ശരണ്യ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ സോണി ഇങ്ങോട്ട് വരികയാണ്. സോണി വന്ന പാടെ തന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട്, അതെ നീ എന്താ വിചാരിച്ചത്, നീ എത്രമാത്രം നുണകളാണ് എന്നെപ്പറ്റി പറഞ്ഞത്, എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ നുണകളെല്ലാം വിശ്വസിച്ച് ഇദ്ദേഹം കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്നാണോ നീ വിചാരിച്ചത്? ദേ കണ്ടില്ലേ എല്ലാ ആണുങ്ങളും നിന്നെ പോലെയുള്ള ചെറ്റകളല്ലാന്നും പറഞ്ഞ് സോണി ഇങ്ങനെ തൻ്റെ ഭർത്താവിനെ പുകഴ്ത്തി പറയുമ്പോഴത്തേക്കിനും മുൻ ഭർത്താവാണ്, അപ്പം അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളെല്ലാം നമ്മുടെ വിക്രത്തിൻ്റെ മുഖത്തുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ ശരണ്യെ പേടിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം നിന്റെ കാര്യങ്ങൾ ഞാൻ ഈ വേഷത്തിൽ വന്നിവിടെ നിൽക്കുന്നത് നീ കാണണം, അത് കാണാൻ വേണ്ടി തന്നെയാടാ ഞാൻ എൻ്റെ കെട്ടിയോനെ കൂട്ടി നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം പറയുമ്പം വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ട് നിശബ്ദനായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും മൂങ്ങാമുത്തശ്ശിയും നമ്മുടെ പ്രകാശനും കൂടി തകൃതിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണല്ലോ. അപ്പൊ ഇവരെ പോയി ശരണ്യെ വിളിക്കുകയാണ്, അതെ രണ്ടുപേരും ഒന്ന് വാതിക്കലേക്ക് വന്ന് എൻ്റെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ പ്രകാശനാണെങ്കിൽ മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. അയ്യോ മോളെ ഞാൻ ദേ ഈ മുഷിഞ്ഞ വേഷത്തിലാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്റെ കൂട്ടുകാർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നാണക്കേടാവില്ലേ, അതുകൊണ്ട് അച്ഛൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, അച്ഛൻ ഈ വേഷത്തിൽ കണ്ടാലും സൂപ്പറാണ്, അച്ഛൻ എന്തായാലും ഈ വീട്ടിലെ ഗ്രഹനാഥനായതുകൊണ്ട് തന്നെ അതിൻ്റെ മര്യാദയും കാര്യങ്ങളും ഒക്കെ അവരച്ഛന് തന്നോളൂ എന്നും പറഞ്ഞ് പ്രകാശൻ ഈ മൂങ്ങയെയും കൈയോടുകൂടി വിളിച്ചുകൊണ്ട് പോവുകയാണ് ശരണ്യ. അപ്പൊ സെറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കിനും പ്രകാശന്റെ കണ്ണ് ഈശ്വരൻ ഇനി എൻ്റെ കണ്ണടിച്ചു പോയിട്ടാണോ ഇവരെയൊക്കെ കാണുന്നത്, ഈ വിക്രം പറഞ്ഞത് ഇവളും ഇവനും തമ്മിലുള്ള കല്യാണമൊക്കെ മുടങ്ങിപ്പോയെന്നാണല്ലോ, മുത്തശ്ശിയാണെങ്കിൽ ഇതാ എലിക്കണി പെട്ട പോലെ ആയിട്ടോ, ഇവർക്ക് വേണ്ടിയാണോ താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെന്ന് ഓർക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഇവരാണെങ്കിൽ ദാ ഇടിവെട്ട് ഏറ്റതുപോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സോണി പറയാണ്, ഇവരെയൊക്കെ എനിക്കറിയാം പരിചയമുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ശരണ്യാണെങ്കിലോ ദേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി ഗംഭീര ഒരു സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്, ആ സദ്യയൊക്കെ കഴിക്കാം സമയമുണ്ടല്ലോ, പിന്നെ ഒരു രണ്ടുപേര് കൂടി ഇവിടെ വരാനുണ്ട് എന്നുള്ള കാര്യം പറയുമ്പം ഇനി ഇവരെ കൂടാതെ ആരാണ് ദൈവം ഇനി ഇങ്ങോട്ട് വരുന്നതെന്നും പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. പ്രകാശനാണെങ്കിൽ നമ്മുടെ ശരണ്യെ പേടിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ കഴിയുന്നത് തന്നെ തന്റെ മകന്റെ സമ്പാദ്യം കൊണ്ടല്ലല്ലോ, രാജകുമാരൻ വെറും പിച്ചക്കാരനാണ് എന്നുള്ള കാര്യം പ്രകാശിന് മാത്രമല്ലേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ശരണ്യെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പൊറുതിയൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി ഒരക്ഷരം പോലും മിണ്ടാതെ നമ്മുടെ പ്രകാശൻ അവിടെ ഇങ്ങനെ ബ്ലിങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ കിരണും കല്യാണിയും കൂടി അങ്ങോട്ട് എത്തി. അപ്പൊ പൂർത്തിയായി, പുള്ളിക്കാരൻ എന്തായാലും കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്കിനും പ്രകാശം മൊത്തത്തിൽ തറ പറ്റിയ അവസ്ഥയിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് വിശേഷം അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്